ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നമുക്കതില്ലാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല. എന്ത് പഠിക്കണം നമുക്കറിയില്ലായിരുന്നു, എവിടെ പോയി പഠിക്കണം എന്നറിയില്ലായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു, ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ലായിരുന്നു. അതായത് ഒരു ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു അഡ്വൻറ്റോട് ശേഷമാണ് മലയാളികൾക്ക് ആ ഒരു ആക്സസ് കിട്ടിയത്. അപ്പോൾ മലയാളികൾ ബാക്കിയുള്ള ഏത് സ്റ്റേറ്റിനേക്കാളും കോമ്പറ്റൻ്റ് ആണ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ബീഹാറിലുള്ള ആളുകൾക്കോ ഡൽഹിയിലുള്ള ആളുകൾക്കോ യു പിയിലുള്ള ആളുകൾക്ക് മാത്രമാണ്. കാരണം അവർക്ക് ഡൽഹിയോട് ആക്സസ് ഉണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ +2 പഠിക്കുന്നു, +2 പഠിച്ചതിന് ശേഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഡൽഹിക്ക് പോവാണ്. വിക്രമാദിത്യൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ നേരെ ഡൽഹിക്ക് പോവാണ്. ഡൽഹിക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് പഠിക്കുന്നത്. അവിടെ ഈ ഒരു കൾച്ചറാണ്. അവിടെ പഠിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവരുടെ ഇടയിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ അത് അഫോർഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ഡൽഹിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 2.5-3 ലക്ഷം രൂപയാണ് ഇപ്പോൾ അടുത്ത് വരുന്നത്. ഒരു ചെറിയ ബെഡ് സ്പേസിൻ്റെ റെൻറ്റ് 7500-8000 രൂപയാണ്. ചെറിയൊരു ബെഡ് സ്പേസിൻ്റെ ഫുഡും കൂടി ആകുമ്പോഴത്തേക്ക് മാസം ഒരു 20,000-25,000 രൂപയായി. പിന്നെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ടെസ്റ്റ് സീരീസ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു വർഷം ഒരു 6-7 ലക്ഷം രൂപ അഫോർഡ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഡൽഹിയിൽ പോവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. അഫോർഡ് ചെയ്യാത്ത ഒരാൾക്ക് 1-2 ലക്ഷം രൂപ അഫോർഡ് ചെയ്യുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് പോയി നിൽക്കാം. അതും അഫോർഡ് ചെയ്യാത്ത ഒരാൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് ഗൈഡൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരാളടുത്ത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ അടുത്ത് ഒരുപാട് പേരൊന്ന് ചോദിക്കാറുണ്ട് എങ്ങനെയാണ്, എന്താണ് ഗൈഡൻസ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാളില്ല, എനിക്ക് ആക്സസിബിൾ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്, ആ ഒരു കൾച്ചറുണ്ട്. ആ ഒരു കൾച്ചർ വളർന്നുകൊണ്ടേയിരിക്കും. ഇനിയും ഉണ്ടാവും. കേരളത്തിൽ നിന്ന് ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. കാരണം മലയാളികൾ ഭയങ്കര കോമ്പീറ്റൻ്റ് ആണ്. ബാക്കിയുള്ള മലയാളികൾക്ക് ആ ഒരു ഈ പറഞ്ഞ കണക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടണം. ആ സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെ വേണമെന്നുണ്ടെങ്കിലും കടത്തി വിട്ടിട്ട് അവർ മുമ്പോട്ട് പൊക്കോളും. പക്ഷേ അത് റിസ്ക് എടുക്കാൻ പേടിയാണ്.